മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി ഇഞ്ചി നടുന്ന കൃഷി രീതിയാണ്. അപ്പം വ്യത്യസ്ത രീതിയിലൊക്കെ നമ്മൾ ഇഞ്ചി നടുന്നുണ്ട്. അപ്പം കുറച്ച് സ്ഥലമുള്ളവർക്ക്, വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ളവർക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി അത് ചുക്കാക്കി, ഇഞ്ചി ഉണങ്ങുന്നതിനാണ് നമ്മൾ ചുക്കെന്ന് പറഞ്ഞത്. ഈ ഇഞ്ചിയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഭംഗിയായി കഴുകി വൃത്തിയുള്ള സ്ഥലത്ത് നല്ല ചൂടിൽ എടുക്കുന്നതാണ് ചുക്കെന്ന് പറഞ്ഞാൽ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചുക്ക് ഇഞ്ചിക്കും ഉള്ള കൃഷി രീതിയാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇഞ്ചി എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായ ഫലം നമുക്ക് തരത്തുള്ളൂ. കാരണം ഒട്ടനവധി രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ് ഇഞ്ചി എന്ന് പറയുന്നത്. കുരുമുളക് പോലെ തന്നെ നമുക്ക് കേരളത്തിന് പേരെടുത്ത ഒരു സുഗന്ധ വിളയോടുകൂടിയാണ് ഇഞ്ചി ചുക്ക് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ഇഞ്ചികളൊക്കെ നമുക്ക് സുലഭമായി വാങ്ങാൻ കിട്ടുമെങ്കിലും ഇത് തനി നാടൻ ഇഞ്ചിയാണ്. തനി നാടൻ ഇഞ്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഔഷധ ഗുണങ്ങൾ ഇതിന് വളരെ കൂടുതലാണ്. ഇതിനകത്ത് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതാണ് തനി നാടൻ ഇഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ രണ്ട് കഷ്ണം ഇഞ്ചി, ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി നട്ടാണ് ഇത്രയും ഇഞ്ചി ഞാൻ ഉൽപ്പാദിപ്പിച്ചത്. അത് ചെറിയൊരു ഗ്രോ ബാഗിൽ നട്ടതാണ്. അപ്പം ഗ്രോ ബാഗിൽ നടാം, ചാക്കിൽ നടാം, അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അപ്പം ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ നടാം. അതുപോലെ തന്നെ കുറച്ച് സ്ഥലമുണ്ട്, നമുക്ക് കുറച്ച് സ്ഥലം, ആ സ്ഥലത്ത് വളരെ ഒതുക്കത്തിൽ നമുക്ക് ഇഞ്ചി നടുന്ന രീതിയാണ് ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം അതിന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത് ഈ കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ നമുക്കറിയാം. കറ്റാർ വാഴ ഒരു കീടനാശിനി, അതുപോലെ തന്നെ വേരുകൾ പിടിക്കാൻ, വേരുണ്ടാവാൻ, റൂട്ടിങ് ഹോർമോൺ, വേരുണ്ടാകാനുള്ള ചില ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഇലയാണ് ഈ കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കറ്റാർ വാഴ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഇഞ്ചി എന്ന് പറയുമ്പോൾ രോഗങ്ങൾ വളരെ പെട്ടെന്ന് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സുഗന്ധവ്യഞ്ജന വിളയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, കറ്റാർ വാഴ ഉണ്ടെങ്കിൽ, കറ്റാർ വാഴ നമുക്ക് ലഭ്യമാണെങ്കിൽ ഇതേപോലെ ഒരു 3-4 പോള എടുക്കുക. പോള എടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ട് കഴുകിയതിന് ശേഷം ഇത് ചെറു കഷ്ണങ്ങളാക്കി അരച്ചെടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കല്ലിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത ലായനിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുള്ളൊന്നും കളയേണ്ട കാര്യമില്ല. ഇതിന് തൊലിയോടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ലായനിയിൽ നമുക്ക് ഇത് മുക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള രോഗകീടബാധകൾ മൊത്തം പോകുന്നത്. ഇതേപോലെ ഞാൻ ഇത്രയും വലിയ കഷ്ണങ്ങളാണ് ഞാൻ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും വലിയ കഷ്ണങ്ങൾ നോക്കിയാട്ട് ഇതേപോലുള്ള കഷ്ണങ്ങളാക്കി ഇത് ഞാൻ മുക്കുകയാണ്. ഉണ്ടോ, ഇത് മുക്കി, ഇതുണ്ടോ, ഇത്രയും വലിയ കഷ്ണങ്ങളാണ്. ഇത് ഞാൻ പിന്നെ പറയാം എന്തിനാ ഇത്രയും വലിയ കഷ്ണങ്ങൾ എടുക്കുന്നുള്ളത് ഞാനിപ്പോൾ പറയാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത്ര ഇഞ്ചിയാണ് നടാൻ വേണ്ടി ഈ കറ്റാർ വാഴയുടെ ജെല്ലിൽ മുക്കി വെച്ചിട്ടുള്ളത്. ഇത് അല്പനേരം ഈ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ കറ്റാർ വാഴ ജെല്ല് നല്ലൊരു വളം കൂടിയാണ്. ഒപ്പം വേരുപടലങ്ങൾ ശക്തമാകാൻ സഹായിക്കുന്ന ഒന്നാണ്. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ കറ്റാർ വാഴ. നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ചും കർഷകരുടെയും അതുപോലെ മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടുന്നവരുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിലുകൾ മാറാൻ ഈ കറ്റാർവാഴയുടെ ജെല്ല് എന്ന് വെച്ചാൽ അത് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മഞ്ഞ വേണം എടുക്കാൻ. ഇതിനകത്ത് മഞ്ഞ എടുത്ത് ഇതേപോലെ നീരാക്കി മിക്സിക്കകത്തോ അതേപോലെ എന്തെങ്കിലും തരത്തിലും നീരാക്കി ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുകയാണെങ്കിൽ ചൊറിച്ചിൽ മാറിക്കിട്ടും. തന്നെയല്ല, ആ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഏത് പച്ചക്കറിക്ക് വേണമെങ്കിലും ഇങ്ങനെ മുക്കാം. പയറ്, പാവല്, വെണ്ട, ഇതിൻ്റെയൊക്കെ അരികൾ ഇങ്ങനെ മുക്കി വെക്കാം.
അതുപോലെ ഇഞ്ചിക്ക് വളരെ പ്രധാനമായിട്ടും ചെയ്യേണ്ടതാണ്. ഇനിയും ഈ കറ്റാർവാഴ ലഭ്യമല്ലാത്ത കർഷകരുണ്ട്. കറ്റാർവാഴ ലഭ്യമല്ലാത്ത കർഷകരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സൂഡോമോണസ്. അതെല്ലാ വളക്കടലും വാങ്ങിക്കാൻ കിട്ടും. സൂഡോമോണസ് 1 സ്പൂൺ എടുത്ത് അത് കുഴമ്പ് രൂപത്തിലാക്കുക. 1 സ്പൂൺ എടുത്ത് ഒരു കുറച്ച് വെള്ളത്തിനകത്ത് കുഴമ്പ് രൂപത്തിലാക്കുക. ആക്കിയതിന് ശേഷം ഇതേപോലെ ഇഞ്ചി ചെറു കഷ്ണങ്ങളാക്കുക. ചെറു കഷ്ണം ഇഞ്ചിയും 4-5 രീതിയിൽ നടാൻ പറ്റും. ഇതിപ്പോൾ ഒരു രീതിയാണ്, അത് ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു രീതിയാണ്. കാരണം ഇതിപ്പോൾ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കണ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്നൊക്കെ ഉള്ളത് ഇപ്പം നടന്നുണ്ടായി കാണിക്കാം. അത് മുക്കി വെക്കുക. ഇനി സൂഡോമോണസ് താല്പര്യമില്ല, സൂഡോമോണസ് എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വേപ്പിൻ്റെ ഇലയുണ്ട്, ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരിനകത്ത് മുക്കി വെച്ചാലും മതി. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ചാണാപ്പാലിനകത്തൊന്നും ഇത് മുക്കരുത്. കാരണം പഴയ കാലങ്ങളിലെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റകളൊന്നുമല്ല ഇപ്പോൾ പശുക്കൾക്ക് കൊടുക്കുന്നത് ഒന്ന്. പിന്നെ മറ്റൊന്ന്, ഈ ചാണകത്തിനകത്ത് നിരവധി പ്രാണികൾ വന്ന് മുട്ടയിടുന്നതായിട്ടൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ചാണാപ്പാലിനകത്ത് കലക്കുന്നുണ്ട്. ചാണാപ്പാൽ എന്ന് വെച്ചാൽ ചാണകം വെള്ളത്തിനകത്ത് കലക്കുന്നതിനകത്ത് ചാണാപ്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിരിക്കും, അത് ഇഞ്ചി കേടാകും. അതുപോലെ തന്നെ ഈ ചാണകമൊക്കെ നല്ല ചൂടുള്ളതാണ്. അങ്ങനെ വരേണ്ട ഇഞ്ചി ഈ വിത്ത് അഴുകിപ്പാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് എടുക്കുന്ന സവിനയം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ഇഞ്ചി നടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. അത് എവിടെ ഇടുന്നത്, എങ്ങനെയാണ്, എപ്പോഴാണ് ഇടുന്നതൊക്കെ പറയാം. ഇത് എല്ലുപൊടിയാണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നടാൻ വേണ്ടി എടുക്കുന്നത്. നടാൻ വേണ്ടി നട്ട് കഴിഞ്ഞ് കിളിച്ച് കഴിയുമ്പോൾ ഇത് കിളിക്കും. ഏതാണ്ട് 1 മാസമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ കിളിക്കും. അതുപോലെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ടത്, ഇപ്പോഴ് നല്ല ഉണക്കാണ്, മകരമാസമാണ്. മകരമാസത്തിലെ ഉണക്കാണ്. പഴയ കാലങ്ങളിലൊക്കെ മഴയെ മാത്രം ആശ്രയിച്ചായിരുന്നു നമ്മളെല്ലാം കൃഷി ചെയ്ത്. അത് കൂടുതൽ കൃഷി ചെയ്യുമായിരുന്നു. അന്ന് കൃഷിയായിരുന്നു നമ്മുടെയൊക്കെ മുഖ്യ വരുമാന മാർഗ്ഗം കൃഷിയായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ മറ്റ് പല മേഖലകളിലൂടെ എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള കൃഷിയാണ് നമ്മളിപ്പം ഈ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ അതിന് ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ഇത്ര ഇഞ്ചി മതി, ഒരു വീട്ടിലേക്ക് നോക്കിയാട്ടത് ഇത്ര ഇഞ്ചി മതി ഒരു വീട്ടിലേക്ക് ചുക്കാക്കാനും ഇഞ്ചിയാക്കാനും ഗ്യാരൻറ്റിയോടെ കുറഞ്ഞ ഒരു 15 കിലോ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള വിത്തിഞ്ചിയാണിത്. അപ്പോൾ ഇത് മകരമാസത്തിൽ നടന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ജലസേചനം നടത്താം എന്ന് ഉറപ്പുള്ളവരെ ഈ സമയത്ത് ഇഞ്ചി നടാവും. രാവിലെയും കൃത്യമായിട്ട് വൈകിട്ടും ജലസേചനം നടത്തണം. അതുപോലെ തന്നെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒക്കെ നട്ടുവച്ചാലും കുഴപ്പമില്ല. പിന്നെ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നടുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അപ്പോൾ ഈ സ്ഥലത്താണ് ഇഞ്ചി നടാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. പഴയ ഓടുകൾ, പൊട്ടിയ ഓടുമൊക്കെ ചേർത്ത് വെച്ച് ഇഞ്ചി നടാൻ വേണ്ടി ഉള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കാരണം വളരെ സ്ഥലം കുറഞ്ഞവർക്കുള്ള ഒരു കൃഷിരീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പുരയിടത്തിൻ്റെ അതിര് ഉണ്ടല്ലോ, ആ അതിരിൽ ഉള്ള സ്ഥലം നമുക്ക് ഓടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംവിധാനം വെച്ചുകൊണ്ട് ഇതേപോലെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കരിയിലയാണ് ഇടാൻ പോകുന്നത്. മണ്ണുണ്ട്, മണ്ണിൻ്റെ മേളിൽ നമ്മൾ കരിയില ഇടാൻ പോവുക. കരിയില ഏത് കരിയിലയായാലും മതി, ഇന്ന കരിയില എന്നൊന്നുമില്ല, കരിയില ഇടുക. നമ്മൾ ഇഞ്ചി നടാനുള്ള ആ സ്ഥലത്ത് കരിയില ഇട്ടു, നല്ല രീതിയിൽ കരിയില ഇട്ടു. ഇനി ഈ കരിയിലയുടെ മുകളിലായിട്ട് 1 ഇഞ്ച് കനത്തിൽ മണ്ണിടാൻ പോകുകയാണ്. അപ്പോൾ ആ കുഴിയിൽ, അതായത് നടാൻ വേണ്ടി തയ്യാറാക്കിയിരുന്ന ആ തടത്തിൽ നമ്മൾ കരിയില, അതായത് മരങ്ങളുടെ ഉണങ്ങിയ ഇല, അതാണ് കരിയില എന്ന് പറയുന്നത്, കരിയില ഇട്ടു. അതിനുശേഷം 1 ഇഞ്ച് കനത്തിൽ മണ്ണ് വിട്ടു. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇട്ട മണ്ണിൻ്റെ മുകളിൽ എല്ലുപൊടി വിതറുകയാണ്. എല്ലുപൊടി നമ്മൾ ഈ മണ്ണിൻ്റെ മുകളിൽ വിതറി കൊടുക്കുകയാണ്.
അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്ക് വിതറി കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ കരിയില ഇട്ടതിന് ശേഷം ആ തടങ്ങൾ നികത്തി അതിനുശേഷം അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണിട്ടു. ആ മണ്ണിൻ്റെ മുകളിലായിട്ട് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും വിതറി. ഇനിയും ഈ മണ്ണിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഈ വളത്തിൻ്റെ മുകളിൽ വളത്തിൻ്റെ മുകളിൽ എല്ലുപൊടിയുടെയും വേപ്പിൻ പിണ്ണാക്കിൻ്റെ മുകളിലായിട്ട് 1/4 ഇഞ്ച് കനത്തിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്തു. വളവും അത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ടു. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ മണ്ണിട്ട് കൊടുത്തു. ഇനിയും അതൊന്ന് അണയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി നടുക. ഇഞ്ചി നടുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ചത് കാണുക. കാരണം ഇത് നട്ടതിന് ശേഷം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊക്കെ ഞാൻ പറയാം. ശ്രദ്ധിച്ച് കാണുക. ഇത്രയും ഇഞ്ചികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പല വലിപ്പത്തിലാണ് നമ്മൾ കണ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കറ്റാർ വാഴയുടെ ജെല്ലിൽ മുക്കിയ ഇഞ്ചിയാണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കിയിട്ട്. അപ്പോൾ ഇഞ്ചിയോടൊപ്പം തന്നെ ഞാൻ ഇഞ്ചി എവിടെ നട്ടാലും ഏതാനും മഞ്ഞൾ കൂടി അതിനകത്ത് നടാനുണ്ട്. കാരണം നമുക്കറിയാം മണ്ണിലെ വിഷാംശങ്ങളെ വലിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. അതുകൊണ്ട് തന്നെ ഇഞ്ചിക്ക് ഒരു പരിധി വരെയൊക്കെ രോഗകീടങ്ങളെ ചെറുക്കാൻ മഞ്ഞളിന് കഴിയും. അതുപോലെ പ്രിയ സുഹൃത്തുക്കളെ, ഇഞ്ചി നടുന്നതിൻ്റെ കൂടെ ഏതാനും മഞ്ഞൾ കഷ്ണം കൂടെ നടുക. അപ്പോൾ ഇഞ്ചിക്കൊരു സംരക്ഷണ കവചമാകും എന്ന് മാത്രമല്ല, നമുക്ക് ഇഞ്ചി കളിക്കുന്നതിന് മഞ്ഞളും കൂടി ലഭ്യമാവുകയും ചെയ്യും. നമ്മൾ ഇഞ്ചി ഇങ്ങനെ നടുന്നതിന് വേണ്ടി ഇങ്ങനെ പറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കറ്റാറുമായിട്ട് ഈ ചാറ് അധികമുണ്ട്. അത് നമ്മൾ ഇവിടെ അങ്ങ് തളിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നട്ട ഇഞ്ചിയുടെ മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ നല്ലവണ്ണം അരിച്ചെടുത്ത മണ്ണുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത മണ്ണെന്ന് പറയുമ്പോൾ മേൽമണ്ണ്, അതായത് പറങ്കാവ്, ആഞ്ഞിലി, മാവ്, പ്ലാവ്, അപ്പോൾ ഇവയുടെയൊക്കെ കരിയിലകളൊക്കെ വീണ് പൊടിഞ്ഞ് മണ്ണുമായിട്ട് ലയിച്ച് കിടക്കുന്ന മണ്ണാണ് മേൽമണ്ണെന്ന് പറഞ്ഞാൽ. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് കവുങ്ങിൻ്റെ ചുവട്ടിൽ അതുപോലെ പുളിയുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണുകൾ ഒരു കാരണവശാലും നമ്മൾ ഇത് നിറയ്ക്കാൻ വേണ്ടി എടുക്കരുത്. ഗ്രോബാഗും ചാക്കും ചട്ടിയോ നിറയ്ക്കാൻ വേണ്ടി എടുക്കരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ പലരും പറയുന്നതിൻ്റെ കൂടെ തന്നെ കുമ്മായം ചേർത്ത് ഒരു 15 ദിവസം അത് വെള്ളമൊക്കെ നനച്ച് അതിൻ്റെ ചൂടും അതിനകത്ത് പുളിപ്പുമൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇടാവൂ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ കരിയിലകൾ, ചീമപ്ലാവിൻ്റെയും കൊന്നയുടെയും പ്ലാവിൻ്റെയും ആഞ്ഞിലിയുടെയും മാവിൻ്റെയും കരിയിലകൾ വീണ് നല്ല ഭംഗിയായിട്ട് ലയിച്ച് പുളിപ്പില്ലാത്ത നല്ല ഫലഭൂഷ്ടമുള്ള മണ്ണ് ആണ് എടുത്തിരിക്കുന്നത്. അത് കിളച്ചെടുത്ത് അതിനകത്തെ കല്ലുമൊക്കെ നീക്കം ചെയ്ത് നല്ല മണ്ണ് പൂഴി മണ്ണാക്കിയിരിക്കുകയാണ്. അപ്പം നട്ട ഇഞ്ചി വിത്തിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. ഒരുപാട് മണ്ണ് ഒരു കാരണവശാലും ഇഞ്ചിയുടെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത്. കുറച്ച് മണ്ണ് മാത്രമേ ആകാവൂ. അപ്പം ഇങ്ങനെ ഇഞ്ചി നട്ടത് എന്തിനാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇഞ്ചി കിളിച്ച് വരുമ്പോൾ ഇതിൻ്റെ വേര് നേരെ താഴോട്ട് ആഴത്തിൽ പോകുന്നുണ്ട്, ഇഞ്ചിയുടെ വേര്. അപ്പോൾ ഇഞ്ചിക്ക് നമ്മൾ എപ്പോഴും വളമിട്ടാലും
വളം പ്രധാനമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പച്ചില വളങ്ങളാണ്. ആ വളങ്ങൾ ആഴത്തിൽ നിന്നാണ് ഇഞ്ചി വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇഞ്ചി കൃഷി ചെയ്യുന്നിടത്ത് വീണ്ടും ഇഞ്ചി കൃഷി ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇഞ്ചിയുടെ വേര് ഒരിക്കലും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള വളമല്ല വലിച്ചെടുക്കുന്നത്, ആഴത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആഴത്തിൽ ഒരു ബഡ് ഇത് നടാനുള്ള ഒരു സംവിധാനം തയ്യാറാക്കി അത് നിറയെ കരികൾ നിറച്ച് അതിന് മുകളിൽ മണ്ണിട്ട് പിന്നീട് നമ്മൾ വെള്ളം തെളിച്ച് അതിന് ശേഷം മണ്ണിട്ടതിന് ശേഷം ഇഞ്ചി നട്ടത്. ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്ന വളമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കരവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കത്തില്ല. കാരണം മകരമാസത്തിൽ നമുക്ക് ഇഞ്ചി നട്ടിട്ട് ചിങ്ങമാസത്തിൽ നമുക്ക് ഓണത്തിന് മുമ്പായിട്ട് ഇത് കിളയ്ക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇത് കിളിച്ച് കഴിഞ്ഞാൽ, ഈ വിത്ത് കിളിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന് ലായനി വളങ്ങളാണ് പ്രധാനമായിട്ടും ഇടുന്നത്. ഞാൻ ഇപ്പം പ്രധാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ചീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് ലയിപ്പിച്ച്, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, ഇവയൊക്കെ വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് അതിന് ലായനിയാണ് ആഴ്ചതോറും ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ശക്തമായി കിളിച്ചു വരികയും പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കുകയും അങ്ങനെ ഓണത്തിൻ്റെ ആ സാഹചര്യത്തിൽ, ഓണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഇത് വിളവെടുക്കാൻ നമുക്ക് പ്രാപ്തമാവുകയും ചെയ്യും. നമുക്കറിയാം ഓണത്തിന് ഇഞ്ചിക്ക് നല്ല വില കിട്ടുന്ന ഒരു സമയമാണ്. കേരളീയരെ സംബന്ധിച്ചോളം ഇഞ്ചി ഓണവിഭവങ്ങളിൽ വളരെ പ്രധാനമായ ഒന്നാണ് ഇഞ്ചിക്കറി. അതുകൊണ്ട് തന്നെ ഇഞ്ചിക്ക് നല്ല വിലയാണ്. ഇഞ്ചിക്കറി മാത്രമല്ല, ഒട്ടനവധി വിഭവങ്ങളിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട്. അപ്പം ഓണത്തിന് വിളവെടുക്കാൻ മകരത്തിൽ ഇഞ്ചി കൃഷി ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ഓണത്തിന് വിളവെടുക്കാൻ നമുക്ക് കഴിയും എന്നൊരു സത്യമാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് അരിച്ച മണ്ണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇടാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് ഇഞ്ചി വിത്തിൻ്റെ മുകളിൽ അരിച്ച് പാകപ്പെടുത്തിയ മണ്ണ് വിട്ട് കഴിഞ്ഞു. ഇനി ഈ ഇഞ്ചി ശക്തമായി കിളിച്ച് വരണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കരിയില ഇട്ട് കൊടുക്കണം. നമ്മൾ കരിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ദിവസവും 2 നേരം നമ്മൾ ശരിക്കും വെള്ളം ഒഴിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് കിളിച്ച് വരത്തുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പം മകരത്തിൽ ഇങ്ങനെ ഇഞ്ചി നട്ട് ഈ പറയുന്ന രീതിയിൽ പരിചരിച്ചാൽ തീർച്ചയായിട്ടും ചിങ്ങമാസത്തിൽ ഓണത്തിന് മുമ്പായിട്ട് ഈ ഇഞ്ചി വിളവെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തൂക്കത്തിൽ നമുക്ക് ഇഞ്ചി കിട്ടും. ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പൊട്ടിയ ഓട്ട് കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മുടെ തിടിയിൽ വെള്ളം ഒലിച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിനകത്ത് ഈ മെത്തേഡ് സ്വീകരിക്കുക. ഇനി ഇഞ്ചി കിളിച്ച് വരുന്ന നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പച്ചിലകൾ, നമ്മുടെ പുരയിടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ പച്ചിലകൾ വെട്ടി അതിന് ഉണക്കടിക്കാത്ത രീതിയിൽ കൊണ്ടുവയ്ക്കുകയും രാവിലെയും വൈകിട്ടും വെള്ളം തെളിച്ചു കൊടുക്കുകയും ചെയ്യുക. അതുപോലെ പച്ചിലകൾ ലയിപ്പിച്ച് അതിൻ്റെ വെള്ളമാണ്, ആ ലായനിയാണ് നമ്മളിതിന് തളിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മകരത്തിൽ ഇഞ്ചി നട്ട് ചിങ്ങത്തിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ആർക്ക് വെള്ളം ഇത് പരീക്ഷിച്ച് നോക്കാം. ചാക്കിൽ ഇതുപോലെ ചെയ്യാം, അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ ചെയ്യാം, അതുപോലെ ചെടിച്ചട്ടിൽ ചെയ്യാം, ഡ്രമ്മിൽ ചെയ്യാം, ഒക്കെ നമുക്ക് ചെയ്യാം. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് പറയുന്നതോട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം കൃഷി രീതികൾ കാണാനും
അതുപോലെ തന്നെ ഇത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും അനുമോദനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യുതാകാംക്ഷികൾക്കും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഉൾത്തനറകളിൽ ഉണർത്തിയെടുത്ത നന്ദിയുടെ നെറുമരകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി.